സോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പോഡ്കാസ്റ്റിലെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എൻ്റെ പേര് അൽതാഫ്. എൻ്റെ പേര് ഗൂഗിൾ. സോ ഗൂഗിൾ 2025 പുതിയ വർഷം 25 ദിവസം അങ്ങനെ കഴിഞ്ഞു. 25 ദിവസത്തിനുള്ളിൽ എത്ര കാര്യങ്ങൾ നടന്നു. യാ യു റൈറ്റ്, നടന്നു. സോ നമ്മുടെ ഫസ്റ്റ് കാര്യം, എല്ലാവരും ലൈക്ക് കേരളം മൊത്തം ഉറ്റുനോക്കിയ ഗ്രീഷ്മ ഷാരോൺ കേസ് തൂക്കുകയർ. അതെ, ആ ഒരു ദിവസമായിരിക്കും കേരളം മൊത്തം വൺ ഡേ ഹാപ്പി ആയൊരു ദിവസം എന്ന് പറയുകയാണെങ്കിൽ. അതെ, ഹാപ്പി ആവാന്ന് പറയാനായ കാരണം ഇനിയിപ്പം സുപ്രീം കോർട്ടിലേക്കും ഗ്രീഷ്മക്ക് ബെയില് കൊടുക്കാനുള്ള ചാൻസ് എല്ലാം ഇല്ലേ. അപ്പോൾ ഹാപ്പി ആവായി എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ലൈക്ക് ഷീ ഡിസേർവ് ദാറ്റ്. അങ്ങനല്ല, ഇപ്പം ആസ് ഓഫ് നോ നമുക്ക് നമ്മുടെ ഹൈക്കോർട്ട്, കേരള ഹൈക്കോർട്ടാണ് വധശിക്ഷ കൊടുത്തത്. ഇനി അവൾക്ക് വേണമെങ്കിൽ സുപ്രീം കോർട്ടിലേക്ക് പോവാം, ബെയിൽ കൊടുക്കാം. അതിലുള്ള ടൈം നമുക്കുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൺഫേം ആക്കി പറയാൻ കഴിയില്ല. വേണമെങ്കിൽ ഇതേപോലെ ഒരു ആലപ്പുഴയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു, അറിയാം, ഇതേപോലെ ഒരു പീഡന കേസ് ഉണ്ടായിന്. അതേപോലെ പ്രതിക്ക് കേരള ഹൈക്കോർട്ട് വധശിക്ഷ കൊടുത്തു. പക്ഷെ മറ്റേ സുപ്രീം കോർട്ട് പോയപ്പോൾ അത് ജീവപര്യന്തമാക്കി മാറ്റി. സോ താങ്കളുടെ അഭിപ്രായത്തിൽ കേസുണ്ട്. സോ താങ്കളുടെ അഭിപ്രായത്തിൽ തൂക്കുകയർ വേണ്ടെന്നാണോ? അല്ല, തൂക്കുകയർ എന്തായാലും വേണം. കാരണം അതാ നമ്മളെ ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ശിക്ഷയാണ് തൂക്കുകയർ. ഓക്കെ, അപ്പൊ അതൊന്നും അവൾക്ക് കിട്ടണ്ടേ? ശരിയാണ്. പക്ഷെ അവളെ അനുകൂലിക്കുന്ന കുറെ ആളുകൾ കേരളത്തിൽ തന്നെ ഉണ്ട്. കാരണം പഠിപ്പും വിദ്യാഭ്യാസവും പറഞ്ഞിട്ട് അവളെ അനുകൂലിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവൻ പോലീസിൽ തന്നെ ഇവിടെ അന്നേരം പിടിച്ച സമയത്ത് പോലീസുകാര് തന്ന റിപ്പോർട്ട് എന്താ, ഇവിടെ നല്ലോണം പഠിക്കുന്നതാണ് എന്നും വരുത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗോവിന്ദ ചാമിയും പഠിക്കാൻ എടുക്കാനാണെങ്കിൽ അദ്ദേഹത്തിന് ജീവപര്യന്തം ആവശ്യം ഉണ്ടായിരുന്നോ? അതെ, അതാണ് ലൈക്ക് അവള് ചെയ്തത് ഒരു വഞ്ചനയാണ്, സംഭവം തെറ്റാണ്. അതെ. അപ്പോ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്കും ഒന്ന് പ്രേമിക്കാൻ തോന്നാത്തത്. അതെ, നമ്മൾ ഇത് വിഷയത്തിൽ നിന്ന് മാറിപ്പോന്നു. ഓക്കെ, സോറി. വേറെ സംഭവം നെയ്യാറ്റിൻകരയിൽ നടന്ന സമാധി. നമുക്ക് ആദ്യം സമാധി, അതൊരു വേറെ വിഷയം. ഓക്കെ, അപ്പോൾ ലൈക്ക് പലവരും അനുകൂലിക്കുന്നതിൽ പറയുന്നത് സ്ത്രീകൾക്ക് മുൻഗണന ഇല്ല. ഓക്കെ, സ്ത്രീകൾക്ക് ഇപ്പം എവിടെയായാലും മുൻഗണന ഇല്ല. സ്ത്രീകൾക്ക് മുൻഗണനയുടെ ആവശ്യമുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾക്കിപ്പം നമ്മൾ ജീവിക്കുന്നത് 2025. നമ്മൾ ഈ ഒരു കാലത്ത് നമുക്ക് ഇനി സ്ത്രീകൾക്കായിട്ട് ഇനി വേറൊരു മുൻഗണനയുടെ ആവശ്യമുണ്ടോ? താങ്കൾ പറഞ്ഞത് ലൈക്ക് ഇപ്പോൾ താങ്കളുടെ വീട്ടിലായാലും ഒരു അമ്മയും ഒരു പെങ്ങളുള്ളവരും. അതെ. സോ അവർക്കെങ്കിലും ഒരു മുൻഗണന വേണം താങ്കൾക്ക്. താങ്കൾ എനിക്ക് മനസ്സിലായി താങ്കൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ മുൻഗണന എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് മനസ്സിലായില്ല. നമുക്കിപ്പം മുൻഗണന എന്തിനാണ് വേണ്ടത്? മുൻഗണന വെച്ചെന്താണ് അത് പറ. ഇപ്പോൾ സപ്പോസ് നമ്മൾ ബസ് യാത്ര ചെയ്യണം. ഓക്കെ, ബസ്സിൽ ഇപ്പോൾ ഫ്രണ്ടിലെ സീറ്റ് ലൈക്ക് ഭൂരിഭാഗം റിസർവ് ചെയ്തിരിക്കുന്ന സ്ത്രീകൾക്കാണ് അല്ലെ. പിന്നെ ഉള്ളതാണ് ഈ വികലാംഗർ അല്ലെങ്കിൽ ഇപ്പൊ സ്ത്രീകൾക്ക് മുൻഗണന ഉദ്ദേശിക്കുന്ന റൈറ്റ് ആണോ ഉദ്ദേശിച്ചത്? അല്ല, മുൻഗണന എന്ന് വെച്ചാൽ പ്രയോറിറ്റി. ഓക്കെ ആണ്. ഓക്കെ, താങ്കളിപ്പോ പറയുന്നത് പ്രയോറിറ്റി ആണോ അതോ റൈറ്റ്സിനെ കുറിച്ചാണോ പറയുന്നത്? സ്ത്രീകൾക്ക് പ്രയോറിറ്റി കൊടുക്കണമെന്നാണോ റൈറ്റ്സ് കൊടുക്കണമെന്നാണോ പറയുന്നത്? ലൈക്ക് റൈറ്റ് ആൻഡ് റിസർവേഷൻ. അതാണ് ചോദിക്കുന്നത്. സ്ത്രീകൾക്ക് പ്രയോറിറ്റി ആണോ കൊടുക്കേണ്ടത് അതോ റൈറ്റ്സ് ആണോ കൊടുക്കേണ്ടത്? അവർക്ക് അവകാശമാണോ വേണ്ടത്? ഡിപ്പെൻസ്, സന്ദർഭം, സാഹചര്യം. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് എന്തിനാണ് നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഇപ്പം ബസ്സിൽ നമുക്കിപ്പം 3 തരം സീറ്റ് ഉണ്ട്. നമുക്കിപ്പം വൃദ്ധജനങ്ങൾക്ക് ഒരു സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഹാൻഡിക്യാപ്ഡായ ആൾക്കാർക്ക് ഒരു സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കും കുറച്ച് സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഹാൻഡിക്യാപ്ഡായ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഈ വൃദ്ധന്മാർ അവര് കാണുന്നത് പോലെയാണ് നമ്മൾ ഈ സ്ത്രീകളെ കാണേണ്ടത്. ഞാൻ ചോദിക്കുന്നതാണ്, അവർക്ക് കൊടുക്കുന്ന പോലത്തെ ഒരു പ്രയോറിറ്റി നമ്മൾ എന്തിനാണ് ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നത്? അതാണ് ചോദിക്കുന്നത്. അവിടെ എന്തിനാണ് നമുക്ക് ആ ഒരു മുൻഗണനയുടെ ആവശ്യം? താങ്കൾ പറഞ്ഞത് ലൈക്ക് റൈറ്റ് ആൻഡ് റിസർവേഷൻ ഡിഫറൻസ്.
സ്ത്രീകൾക്ക് കിട്ടുന്നത് റിസർവേഷന് പകരം റൈറ്റ്സ് ആണ്. അതെ. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, സന്ദർഭം അനുസരിച്ചിട്ട് ഉദാഹരണം ഇപ്പോൾ സ്ത്രീകൾ ലൈക്ക് ദേ ആർ ഫൈറ്റിംഗ് ഫോർ ഇക്വാലിറ്റി. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ തന്നെ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് പറയുന്നവരാണ്. മീൻസ് ഇക്വാലിറ്റി ഇല്ല, ഇക്വാലിറ്റി വേണം, അങ്ങനെയൊക്കെ പറയുന്നവരാണ് ഇപ്പോഴത്തെ. എല്ലാവരെയും പറയുന്നില്ല, കുറച്ച് ആൾക്കാർ അല്ലേ? അപ്പോൾ അതേ ഇക്വാലിറ്റിക്ക് വേണ്ടി പറയുന്ന ഇവർ ആണോ ഈ ബസ്സിൽ സീറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത്? അവിടെ എങ്ങനെ ഒരു ഇക്വാലിറ്റി ആവും? ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ ബസ്സിൽ ഏത് സീറ്റാണോ അതിൽ ആർക്ക് വേണമെങ്കിൽ ഇരിക്കാം. ഓക്കെ, ഇക്വാലിറ്റിക്ക് വേണ്ടി പറഞ്ഞവർക്ക് എന്തിനാ ഈ മുൻഗണന? സ്ത്രീകൾക്ക് എന്തിനാ മുൻഗണന? നമ്മളൊരു ഇക്വാലിറ്റിയെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മ മനുഷ്യർക്ക് മുൻഗണന, എല്ലാവർക്കും മുൻഗണന എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേണം. ഇക്വാലിറ്റീൻ്റെ ബേസിസിലാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്ത് സ്ത്രീകൾക്ക് എന്തിനാ മുൻഗണന? താങ്കൾ പറഞ്ഞ ശരി. അപ്പോൾ ഒരു കാര്യത്തിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കമ്പനികളിൽ ഒരു നിയമമുണ്ട്, പോഷ്, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ്. അത് ലൈക്ക് അത് നമ്മുടെ ഏതൊരു കമ്പനി ഫസ്റ്റ് ഡേ ആണ് ലൈക്ക് അതൊരു ഓറിയന്റേഷൻ ക്ലാസ്സിൽ എടുത്തിരുന്നതായിരിക്കും. പക്ഷെ അത് സ്ത്രീകൾക്കായിരിക്കും ആ പോഷൻ വരുന്നത്. ലൈക്ക് മെൻ അല്ല, പുരുഷന്മാർക്കല്ല. പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് അനുകൂലമായി. അതെ. ഇപ്പൊ പുരുഷന്മാരിലേക്ക് എന്ത് സെക്ഷലി ഹരാസ്ഡ് ആയാൽ പറയാനും ചോദിക്കാനും പറയാൻ ആളില്ല. സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒന്നായാൽ ലൈക്ക് ഇപ്പൊ ഉദാഹരണം. അതെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഈ സ്ത്രീകൾക്ക് എന്തിനാണ് ഈ മുൻഗണന? അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലെ മുൻഗണന പോട്ട്, അല്ലെ നമ്മൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആ ഒരു എന്താ പറയാ, എന്റെ വേർഡെന്താ, പ്രയോറിറ്റി. അതന്നെ മുൻഗണന. ഓക്കെ, നമ്മൾക്ക് എന്തിനാ പിന്നെന്തിനാ ഇവർ ഈ ഇക്വാലിറ്റിക്ക് വേണ്ടിട്ട് ഇവരെന്ത് ഇത്ര പറയേണ്ട ആവശ്യം? ഡബിൾ സ്റ്റാൻഡേർഡ് എല്ലാവർക്കും വേണമെന്നാലും, പക്ഷെ കാര്യം വരുമ്പോൾ അവർക്ക് മാത്രം. അതെ അല്ലേ? അതാണ് ചോദിക്കുന്നത്. ഈ സ്ത്രീകൾ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ കുറേ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ബാക്കിയുള്ള കാര്യത്തിൽ നിന്ന് വിട്ടുകൊടുക്കൂല. ഏത് ഇങ്ങനത്തെ കാര്യത്തിൽ സ്ത്രീകൾക്ക് മുൻഗണന വേണം, പക്ഷെ ബാക്കിയുള്ള കാര്യത്തിൽ ജെൻഡർ ഇക്വാലിറ്റി. ഈ ഗ്രീഷ്മന്റെ കാര്യം, അവളെ ആദ്യം പഠിച്ച സമയത്ത് ഒരു ഫീമെയിൽ ലേഡി ഓഫീസർ തന്നെയാണ് പറഞ്ഞത് പഠിക്കാൻ മിടുക്കിയായിരുന്നു എന്ന്. അതെ. ഇപ്പം ഇതേ ഗ്രീഷ്മന്റെ സ്ഥാനത്ത് ഒരു ആനന്ദോ അല്ലെങ്കിൽ ഒരു കുമാറോ അല്ലെങ്കിൽ ഒരു മുഹമ്മദോ അല്ലെങ്കിൽ അഷ്റഫോ ആണെങ്കിൽ ആ ലേഡി ഓഫീസർ അങ്ങനെ പറയുമായിരുന്നോ? ഇല്ല. സോ നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത് ലൈക്ക് ഒരു ഫെമിനിസ്റ്റും അല്ല സെക്സിസ്റ്റ് അങ്ങനെയല്ല, നമ്മളൊരു ഹ്യൂമൻ, ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോ ഷാരോനാണ് ഗ്രീഷ്മനെ ഇതുപോലെ കഷായം ചേർത്ത് കൊല്ലുന്നു, ഇതേ നമ്മൾ അന്നും ഇത് തന്നെ പറയത്തുള്ളൂ. ഷാരോൺ അർഹിച്ചിരുന്നു എന്നാൽ അല്ലാണ്ട് ഗ്രീഷ്മ ഒരു പെങ്കൊച്ചാന്നും പറഞ്ഞ് ലൈക്ക് ജീവപര്യന്തമാക്കണം, ഓക്കെ, അത് തൂക്കേറ് മാറ്റണം എന്ന് പറയുന്നത് യോജിപ്പില്ല. ശിക്ഷ അനുഭവിക്കണം. അതെ, അല്ലെങ്കിൽ ചെയ്യരുത്. അപ്പൊ അന്നേരം പിന്നെ ജെൻഡർ ഇക്വാളിറ്റി എന്താ, അവള് പെണ്ണാണ്, അത് ചെറിയ കുട്ടിയാണ്, 20 വയസ്സ്, പഠിപ്പുണ്ട്, പഠിപ്പില്ല കളിയല്ല ഇപ്പോൾ കളിച്ചത് അല്ലല്ലോ. അപ്പൊ നമ്മൾ അന്നേരം പിന്നെ അങ്ങനത്തെ ഇത് പാടില്ല. കോടതി ട്രയലിന് മുന്നേ അവള് പറഞ്ഞൊരു വാദം ഉണ്ടായിരുന്നു, ജീവപര്യന്തം ആണെങ്കിൽ ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് വയസ്സ് 36, എനിക്ക് ജീവിക്കാൻ ബാക്കി എത്രയോ വർഷങ്ങൾ, ഒരു പുതിയ തുടക്കം. ബട്ട് ഷീ ഡിസേർവ് ദാറ്റ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഷീ ഡിസേർവ് ദാറ്റ്. സോ മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്. നെയ്യാറ്റിൻകരയിൽ നടന്ന സമാധി, അത് ഓൾറെഡി ഇപ്പോൾ സമാധി, അതിപ്പോൾ മറ്റേ മോഹൻലാലിന്റെ പടം ആറാട്ട്, അതിനെയാണ് ഇപ്പോൾ എല്ലാവരും റെഫർ ചെയ്യുന്നത്. നെയ്യാറ്റിൻകര ഗോപൻ. അതിനെപ്പറ്റി എന്താ പറയല്ലേ? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പ്യുവർ സൂപ്പർസ്റ്റിഷൻ, പച്ചയായ അന്ധവിശ്വാസം. അന്ധവിശ്വാസം നമ്മുടെ നാടിന് നല്ലതാണോ അതോ മോശമാണോ? ഒരിക്കലും അല്ല. നാളെ എൻ്റെ വീട്ടിലൊരാൾ വന്നിട്ട് നിങ്ങൾ ഈ കല്ല് വാങ്ങിക്കൂ, നിങ്ങൾക്ക് ഈ 2 നില വീട് 4 നില ആക്കാമെന്ന് പറഞ്ഞാൽ താങ്കൾ മേടിക്കുമോ? അല്ലെങ്കിൽ ഞാൻ മേടിക്കൂ? ഇല്ല. അന്ധവിശ്വാസം ലൈക്ക് അതിൻ്റെ പുറകിലൊരു മാഫിയുണ്ട്. അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ആ അന്ധവിശ്വാസമല്ല ഇവിടുത്തെ അന്ധവിശ്വാസം. കാരണം ഈ സമാധി എന്ന് പറഞ്ഞ സംഭവം ഇല്ലതാണ്. ഇല്ലെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിലാണ് പറയുന്നത്, ചെയ്ത ഇതുണ്ട്, ഏത് കേസസ് ഉണ്ട്. പക്ഷെ നമ്മളെ ഗവൺമെന്റോ അല്ലെങ്കിൽ വേണ്ട അധികാരികളോ ഒന്നും ഇപ്പൊ ഈ കേസിൽ തന്നെ എന്തെങ്കിലും നടന്നോ? ഇല്ല. സംഭവം ഒക്കെ കല്ലറ പൊളിച്ചു,
അവർ ടെസ്റ്റ് ചെയ്തു, സംഭവം അവർക്ക് മനസ്സിലായി, അത് ഇരുന്ന് തന്നെയാണെന്ന് മനസ്സിലായി, അവിടെ വന്നിട്ട് അടക്കം ചെയ്തു. അത്രയും ഇപ്പം ചെയ്തു. വേറെ ഇപ്പം അതുപോലെ നമ്മളെ കേരളത്തിൽ നരബലി പ്യുവർ സൂപ്പർസ്റ്റിഷൻ മാൻ. അതൊക്കെ ലൈക്ക് ആ ഒരു ഇതിനു വേണ്ടി ഒരു മനുഷ്യനെ ബലി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ. അതെ. സോ മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, ടാക്സ്. സോ നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഇടുമ്പോൾ ഈ പോഡ്കാസ്റ്റിന് ടാക്സ് കൊടുക്കേണ്ടി വരുമോ? പറയാൻ പറ്റില്ല. പഴംപൊരിക്കും ഉണ്ടംപൊരിക്കും വരെ ടാക്സ് ഇടക്ക് പോപ്കോൺ നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോ തിയേറ്ററിൽ നെറ്റ് എടുക്കാൻ ടാക്സ് കൊടുക്കേണ്ട അവസ്ഥ ഞാൻ ആലോചിക്കേ. ഇത്ര ഇപ്പൊ 20 രൂപ, ഇപ്പൊ 200 രൂപയ്ക്ക് നെറ്റ് റീചാർജ് ചെയ്യണമെങ്കിൽ ഇത്ര പൈസ ടാക്സ് 30-40% ടാക്സ് അടക്കണം. എന്താ അവസ്ഥ? ഇതെവിടെ പോകും? ലൈക്ക് ദിസ് ഓൾ ടാക്സ് ജസ്റ്റ് ലീഡ് വൺ വേ, ഇമിഗ്രേഷൻ. ഇപ്പോൾ ആർക്കും ഇപ്പൊ ഇന്ത്യയിൽ നിൽക്കണമെന്നില്ല. പ്രത്യേകിച്ച് ടാക്സിന്റെ ഒക്കെ നിയമം വന്ന ശേഷം ആർക്കും ഇന്ത്യയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും പുറത്തേക്ക്. ഇപ്പൊ UAE ഒക്കെ നോക്കുകയാണെങ്കിൽ they are one of the few nations that charge few taxes. സോ ഒബ്വിയസ്ലി ആൾക്കാർ അവിടെ പോകത്തുള്ളൂ. UAEയോ അല്ലെങ്കിൽ യൂറോപ്പോ അങ്ങനത്തെ. യൂറോപ്പ് ടാക്സ് ഇല്ല എന്നല്ല പറയുന്നത്, ടാക്സ് ഉണ്ട്. ബട്ട് ഇപ്പോൾ കമ്പയർ ടു ഇന്ത്യ ഇപ്പോഴുള്ള ഇമിഗ്രേഷൻ റേറ്റ്സ് നോക്കിയാൽ കാണാം ഓരോ വർഷം തോറും കുറയുന്നില്ല, കൂടുന്നത്. പണ്ട് ഒരു ഗൾഫിക്കും GCC കൺട്രിക്ക് മാത്രം ഒതുങ്ങിയായിരുന്നു കേരളം. ബട്ട് ഇപ്പോൾ ഓൾ ഓവർ വേൾഡ് ആയി തുടങ്ങി. ഇപ്പോൾ ന്യൂസിലൻഡിലാവട്ടെ, ഓസ്ട്രേലിയയിലാവട്ടെ, കുറച്ചങ്ങോട്ട് യൂറോപ്പിൽ, UK, അതുകൊണ്ട് ഫ്രാൻസ്, അവിടെ എവിടെയായാലും ആവട്ടെ, ലൈക്ക് മലയാളികളിലും ഇന്ത്യക്കാരുടെ കയറ്റം കൂടി വരുന്നു. അതെ. സോ ടാക്സ് അടയ്ക്കണോ? താങ്കളുടെ അഭിപ്രായത്തിൽ ടാക്സ് അടയ്ക്കണോ വേണ്ടിയോ? ടാക്സ് അടക്കണോ വെച്ചാൽ നമുക്കത് അടക്കണം. മീൻസ് നമുക്കിപ്പോൾ ഒരു സെർട്ടൻ കാര്യങ്ങളിൽ അതിൽ നമുക്ക് ഓക്കെ, നമുക്കിപ്പോൾ ഗവൺമെന്റ് ടാക്സ് അടക്കണം മീൻസ്. പക്ഷെ അങ്ങനെ എല്ലാ കാര്യത്തിലും ടാക്സ് അടക്കുക പറയുമ്പോൾ അതൊരു ഇതല്ലേ, എന്താ പറയാ. നമുക്കിപ്പോൾ ഞാൻ പറയും, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഴംപൊരിക്കും മറ്റേ ഇതിനും ടാക്സ് കൂടിയെല്ലാം പറയുന്നത് അതിന്റെ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കിയേ. ആ ഒരു നമ്മളെ രാജ്യം പോകുന്ന ഒരു പോക്കിന്ന് ആലോചിച്ച് നോക്കിയേ. സോ ടാക്സ് അടയ്ക്കണം. ഇപ്പൊ നമ്മള് ഏൺ ചെയ്യുന്ന ഇൻകം അതിനൊരു ഇന്ന ശതമാനം ടാക്സ് കൊടുക്കണം. ഓക്കെ, എല്ലാ കാര്യത്തിലും ടാക്സ് അത് ഒരു ഇതല്ലേ, അക്സെപ്റ്റബിൾ അല്ല. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകം, ഇപ്പൊ ഞാനൊരു മാസം 70,000 രൂപ 80,000 രൂപ ഏൺ ചെയ്യുകയാണെങ്കിൽ അതൊരു ചെറിയ എമൗണ്ട് എന്റെ കൺട്രിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. പിന്നെ നമ്മളിപ്പോ ലൈക്ക് വി ആർ പേയിങ് ടാക്സ് എവരിവെയർ. GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും എമർജൻസി ട്രീറ്റ്മെന്റ് വേണം, അവിടെയും GST. എന്തൊരു ട്രീറ്റ്മെന്റിനാവട്ടെ ടാക്സ്. എല്ലാത്തിലും ഇപ്പം ഇപ്പൊ എല്ലാത്തിലും ടാക്സ് ആയി. അതെ. അത് മാത്രമല്ല ഇപ്പോൾ ഇൻകം ടാക്സ് മുമ്പ് അതൊക്കെ മൻമോഹൻ സിംഗിന്റെ ലൈക്ക് അദ്ദേഹത്തിന്റെ റൂളിംഗ് ഉണ്ടായ സമയത്ത് ഇന്ത്യ വാസ് ബെസ്റ്റ് കൺട്രി. അപ്പൊ നീ ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ മോദി വന്നേ പിന്നെ ഇന്ത്യ ഡെവലപ്മെന്റ് ഇല്ല അല്ലെങ്കിൽ കുറഞ്ഞു എന്നാണോ നീ പറയുന്നത്? തീർച്ചയായും ഞാൻ പറയും മോദി വന്നേ പിന്നെ ലൈക്ക് ഈസ് എ ഗുഡ് ലീഡർ. ബട്ട് ഇന്ത്യക്ക് ഒരു ഗുഡ് ലീഡർ അല്ല ആവശ്യം. ഇപ്പോൾ മൻമോഹൻ സിംഗ് ഉണ്ടായ സമയത്ത് ലൈക്ക് ഇന്ത്യ വാസ് ഹാപ്പി നേഷൻ അല്ലേ? ഇന്ത്യ ഒരു പീസ്ഫുൾ കൺട്രി ആയിരുന്നു. പക്ഷെ മോദി വന്നേ പിന്നെ മോദി ഒരു ബില്ല് കൊണ്ടുവന്നു. ഇപ്പോൾ ഉദാഹരണം 2020 CAA ബില്ല്, പൗരത്വ ഭേദഗതി നിയമം. എത്ര പേര് ജീവൻ ഒടുങ്ങിയതാ. പിന്നെന്തോ കർഷക. അതെ, പഞ്ചാബിലെ എത്ര കർഷകരാണ് ആ ഒരു പിന്നെ ബില്ല് അല്ലെങ്കിൽ ആ ഒരു ആക്ട് നിർത്താൻ വേണ്ടി അവർ ജീവൻ നഷ്ടപ്പെട്ടത് അല്ലേ? അതുകൊണ്ട് മോദി വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം വന്ദേ ഭാരത്. ലൈക്ക് പണ്ടൊക്കെ കാസർഗോഡ് ടു ട്രിവാൻഡ്രം പോകുന്നത് ഇറ്റ് വാസ് എ നൈറ്റ് മെയർ. ബട്ട് വന്ദേ ഭാരതിന്റെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ലൈക്ക് ആ ഒരു 16-18 മണിക്കൂർ മീൻസ് 10-12 മണിക്കൂർ വരുന്ന യാത്ര സമയം കുറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഓക്കെ.